കാഥികൻ തവനൂർ മണികണ്ഠന് ജന്മനാടിന്റെ സ്നേഹാദരം. പതിറ്റാണ്ടുകളോളം 4 തലമുറകളോടായി കഥ പറഞ്ഞ കാഥികൻ മണികണ്ഠൻ സുദീർഘമായ ഒരു കാലഘട്ടം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉത്സവപ്പറമ്പുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. തവനൂരിന്റെ നാമധേയം തവനൂർ എന്ന പേര് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉയർന്നു കേട്ട ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കാഥികൻ ശ്രീ തവനൂർ മണികണ്ഠൻ, നമ്മുടെ പ്രിയപ്പെട്ട മണിയേട്ടൻ, കഥാപ്രസംഗ ലോകത്ത് നിറഞ്ഞു നിന്ന ആ കാലത്ത് അദ്ദേഹത്തിന്റെ പേരിനോടൊപ്പം ഉയർന്നു കേട്ടത് നമ്മുടെ നാടിന്റെ തവനൂരിന്റെ പേരാണ്. കാഥികൻ തവനൂർ മണികണ്ഠൻ. അമ്പലപ്പറമ്പുകളെ അവിടെ ഉയർന്നു കേട്ട ആരവങ്ങൾ ഇന്ന് ആധുനിക ലോകത്ത് തിങ്ങി നിറഞ്ഞ സദസ്സുകളെ സ്വന്തം ശബ്ദവിന്യാസത്തിലൂടെ അതിവൈകാരിക മുഹൂർത്തങ്ങളിലൂടെ കൊണ്ടുപോകാൻ മണികണ്ഠന് പ്രത്യേക വൈഭവമായിരുന്നു. യാതൊരു സാങ്കേതിക വിദ്യയുടെയും പിൻബലമില്ലാതെ സ്വന്തം വാക്കുകളിലൂടെ പുരാണ കഥകളിലെ ഘോരയുദ്ധങ്ങളും വൈകാരിക സംഘർഷങ്ങളും നിറഞ്ഞ മുഹൂർത്തങ്ങൾ വർണ്ണിക്കുമ്പോൾ അതിരറ്റ ഉദ്യോഗത്തിന്റെ മുൾമുനയിൽ പെട്രോമാക്സിന്റെ അരണ്ട വെളിച്ചത്തിൽ കാതോർത്തിരുന്ന ആപാലവൃദ്ധം ജനങ്ങൾ ഇന്നും നെഞ്ചിലേറ്റുകയാണ് നാടിന്റെ പ്രിയങ്കരനായ ഈ കലാകാരനെ. എന്നെ സ്നേഹിക്കുന്നു. കല എന്നുള്ളത് വന്നു കഴിഞ്ഞാൽ അഹംഭാവവും ദേഷ്യവും മറ്റുള്ളവരെ കാണാൻ കാണുമ്പോൾ ദേഷ്യവും അങ്ങനൊന്നും ഞാൻ ഇതുവരെ ജീവിതത്തിൽ പ്രവർത്തിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും എനിക്ക് പല അംഗീകാരങ്ങളും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ എല്ലാമായ ഈ നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് സ്നേഹോപകാരം നൽകിയിരിക്കുകയാണ്. ഇതിനെ എല്ലാവരോടും ഞാൻ ഒരായിരം നന്ദി തരും. തവനൂർ ശ്രുതി കലാവേദി ക്ലബിൽ ചേർന്ന അനുമോദന യോഗത്തിൽ ഹാർമോണിസ്റ്റ് പ്രമോദ്, തബലിസ്റ്റ് മനോജ്, ഗായകരായ ചന്ദ്രപ്രസാദ്, സന്തോഷ് എന്നിവരും നാട്ടുകാരും പങ്കെടുത്തു. ബാബുരാജ്, അജയ്രാജ് എന്നിവർ ചേർന്ന് കാഥികനെ പൊന്നാട അണിയിച്ചതിനോടൊപ്പം ഹാർമോണിസ്റ്റ് വിനീത് ഓണക്കോടി അദ്ദേഹത്തിന് സമ്മാനിച്ചു. NCV ന്യൂസ്, എടപ്പാൾ. ഓണത്തെ വരവേറ്റ് എടപ്പാൾ ബ്യൂട്ടി സിൽക്സ്. ഓഗസ്റ്റ് 20 മുതൽ സെപ്റ്റംബർ 30 വരെ ബ്യൂട്ടി സിൽക്സ് മിന്നിച്ചോണം. സ്ക്രാച്ച് ആൻഡ് വിന്നില്ല, നറുക്കെടുപ്പില്ല, കൈ നിറയെ വാരിക്കോരി സമ്മാനങ്ങൾ. ബ്യൂട്ടി സിൽക്സ്, കാലിക്കറ്റ് റോഡ്, എടപ്പാൾ.